നമസ്കാരം. അർജുൻ നായങ്കിയുടെ ഫോൺ പിടിച്ചെടുത്തതോടെ അതിൽ ഉള്ള വിവരങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസ്. അതിൽ പിണറായി വിജയനായി മാത്രമല്ല CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാരുമായി നടത്തിയിട്ടുള്ള പല ഞെട്ടിക്കുന്ന കാര്യങ്ങളുടെയും യഥാർത്ഥ തെളിവാണ് അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അർജുൻ നായങ്കിയെ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അതൊരു നാടകമായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് അർജുൻ നായങ്കി കൃത്യമായി പ്ലാൻ ചെയ്ത് പുറത്ത് താൻ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതം ജയിലിലാണ്, പുറത്ത് നിന്നാൽ താൻ ഏത് സമയത്തും കൊല്ലപ്പെടാം, ആ കൊല്ലപ്പെടുന്നതിന് കാരണം CPMലെ ഉന്നതരായ നേതാക്കന്മാരാണ്. അതായത് പിണറായി വിജയനോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്കും പുറത്ത് ജീവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഭരണം മാറിയ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം TP ചന്ദ്രശേഖരനെ കൊന്ന് 2012 ആ 2012 TP ചന്ദ്രശേഖരനെ കൊല്ലുന്നതിന് ആ സമയത്ത് ഭരണം കയ്യിലുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്നത്. ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു. അർജുൻ നായങ്കിയെ കൊല്ലാനുള്ള ചില പദ്ധതികൾ കൃത്യമായി നടന്നിരിക്കുന്നു. ആ CPMനുള്ളിൽ പ്രമുഖ നേതാക്കന്മാർ അതിൽ പങ്കാളികളാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പിണറായി വിജയൻ പറഞ്ഞത് എന്താ? അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നാണ്. അതേപോലെ MV ജയരാജൻ്റെ പ്രസ്താവന എന്താണ്? അർജുൻ നായങ്കിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, കൽത്തുറങ്കിൽ അടക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? കൃത്യമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഗുണ്ടയായി ഇത്രയും കാലം നടന്ന ശേഷം അവരുടെ കൃത്യമായി ചില നേതാക്കന്മാരുടെ ശത്രുവായി മാറിയിരിക്കുന്നു അർജുൻ നായങ്കി എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ചില നേതാക്കന്മാരെ ഒതുക്കാനും അവരെ ഇല്ലാതാക്കാനും വേണ്ടി അർജുൻ നായങ്കിയെ പല നേതാക്കന്മാരും ഉപയോഗിച്ചിരുന്നു ഭരണസമയത്ത്. ആ സമയത്ത് കൂടെ നിന്നിരുന്ന പിണറായി വിജയൻ്റെ കൂടെ ഇരുന്ന് ആദ്യം നിന്നിരുന്നെങ്കിൽ പിന്നീട് MV ജയരാജൻ EP ജയരാജൻ്റെയൊക്കെ കൂടെ നിന്നിരുന്ന ആളാണ് അർജുൻ നായങ്കി. എന്നാൽ പിന്നീട് P ജയരാജൻ്റെ ഒരാളായി മാറുകയായിരുന്നു അർജുൻ നായങ്കി. അങ്ങനെ P ജയരാജനോടുള്ള ശത്രുത മൂർച്ഛിച്ചു വരികയും P ജയരാജൻ ചെയ്ത പ്ലാനുകളെല്ലാം പുറത്തു വരികയും അത് പിണറായി വിജയനും അതേപോലെ MV ജയരാജനും വലിയ കലിപ്പുണ്ടാക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അർജുൻ നായങ്കിയെ തട്ടിക്കളയുക എന്നുള്ള ഒരു പ്ലാൻ പുറത്തു വന്നു എന്നുള്ളതും അത് അർജുൻ നായങ്കി മണത്തറിഞ്ഞു എന്നുള്ളതുമാണ്. അർജുൻ നായങ്കി പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അകത്ത് കുറച്ച് കാലം താമസിച്ച് കഴിഞ്ഞാൽ, അതായത് ജയിലിൽ കുറച്ച് കാലം ജീവിച്ചു കഴിഞ്ഞാൽ ജീവനോടെ നിൽക്കും, പുറത്താണെങ്കിൽ ജീവനുണ്ടാവില്ല, കൊന്നുകളയും എന്നുള്ള കൃത്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടികൊടുക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ബോധപൂർവം രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചത്. രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് കൃത്യമായി കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ അവസാനം പോലീസിന് ഇങ്ങനെ വെല്ലുവിളിച്ച ഒരാളെ നിരവധി കേസ് 23ഓളം ക്രിമിനൽ കേസിലെ, അതേപോലെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ 14 കേസിലെ പ്രതിയായ ആളെ, കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ CIയെ വെല്ലുവിളിച്ച ആളെ, ഭീഷണിപ്പെടുത്തിയ ആളെ ഇങ്ങനെ തുറന്നു വിടുന്നത് അപകടമാണ് എന്നുള്ള തീരുമാനമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പ്രകോപനമുണ്ടാക്കി കൃത്യമായി തെളിവുകൾ ഓരോ സ്ഥലത്തു നിന്നും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അർജുൻ നായങ്കി പിടികൊടുത്തത്. എടപ്പാളിൽ ഹോസ്പിറ്റൽ പോയപ്പോൾ ആ തെളിവ് കൃത്യമായി പോലീസിന് എത്തിച്ചു കൊടുക്കുന്നത് അർജുൻ നായങ്കിയുടെ ആളുകൾ തന്നെയാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അതേപോലെ അദ്ദേഹം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുങ്കം പിരിക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ അദ്ദേഹം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കൃത്യമായി, കാറിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹം അർജുൻ നായങ്കി യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും കൃത്യമായി പോലീസിനെ എത്തിച്ചു കൊടുത്തതും ആരാണ്? അർജുൻ നായങ്കിയുടെ ആളുകൾ തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നത്. അങ്ങനെ കൃത്യമായി വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അർജുൻ നായങ്കി അവസാനം അഡ്വക്കേറ്റിൻ്റെ വീട്ടിലെത്തിയത്. അഡ്വക്കേറ്റിൻ്റെ വീട്ടിലാകുമ്പോൾ സുരക്ഷിതമാണ്, നിയമപ്രകാരമേ അറസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളും കാണിക്കില്ല എന്നുള്ള അറിവിൻ്റെ പുറത്താണ്. എന്തായാലും 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കണം അർജുൻ, അത് കൃത്യമായി അദ്ദേഹം പ്ലാൻ ചെയ്തു. അതിന് ഏറ്റവും പറ്റിയ ആൾ രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുക, രമേശ് ചെന്നിത്തലയെ ചീത്ത പറയുക. അപ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടും. രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതോടെ ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നതിലൂടെ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട അർജുൻ നായങ്കിയെ പിന്നീട് പോലീസ് വേട്ടയാടുന്നതിന് മുമ്പായി തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളെ കൃത്യമായി അറിയിക്കുന്നതിൽ അർജുൻ നായങ്കിയുടെ ആളുകൾ വിജയിച്ചു എന്ന് വേണം കരുതാൻ. അങ്ങനെ അർജുൻ നായങ്കി യാത്ര ചെയ്ത സ്ഥലത്തെ ദൃശ്യങ്ങളും
അതേപോലെ യാത്ര ചെയ്ത കാറിൻ്റെ നമ്പറും അങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി കിട്ടുകയും പോലീസിനെ വെട്ടിച്ച് അർജുന ആയെങ്കിൽ അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വീരനായകനാണ് എന്നുള്ള രൂപത്തിലുള്ള പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. അത് കൃത്യമായിട്ട് അർജുന ആയെങ്കിൽ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ പ്ലാൻ ചെയ്തു. അവസാനം പോലീസ് കൃത്യമായി തന്നെ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വനിതാ അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. വനിതാ അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൃത്യമായി യാതൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കാതെ ഒരു വീരനായകനെ പോലെയാണ് പോലീസിൻ്റെ കൂടെ പോയത്. എന്താണോ അർജുന ആയെങ്കിൽ പ്ലാൻ ചെയ്തത് അതാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താണ്? കസ്റ്റഡിയിൽ കിട്ടിയോടെ അദ്ദേഹത്തിൻ്റെ അഴീക്കോടുള്ള വീട്ടിൽ നിന്ന് പോലീസ് അദ്ദേഹത്തിൻ്റെ അർജുന അയ്യങ്കയുടെ മൊബൈൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയ. അതിന് മാത്രമല്ല ആ മൊബൈലിൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഉള്ളത്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള കുടിലപ്പകയുടെ കൃത്യമായ തെളിവുകൾ, അർജുന അയ്യങ്കയെ ഉപയോഗിച്ച് പല നേതാക്കന്മാരും നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പുകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ എതിരാളികളെ കൊല്ലാൻ വേണ്ടിയിട്ടും അവരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുടെ വിവരങ്ങൾ, അതേപോലെ സ്വർണം തട്ടിക്കൽ തുടങ്ങിയുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ, നേരത്തെ നടത്തിയിട്ടുള്ള വലിയ കൊട്ടേഷൻ്റെ വിവരങ്ങൾ, കാരണം വലിയ വലിയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. എന്തായാലും അർജുന അയ്യങ്കയുടെ കാര്യത്തിൽ വളരെ പ്ലാനോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചെങ്കിൽ അവസാനം അർജുന അയ്യങ്കയുടെ മൊബൈൽ കണ്ടെത്തിയോടെ ഞെട്ടിക്കുന്ന പല CPM നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന വിവരങ്ങളാണ് മൊബൈലിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നാളെ ആ നേതാക്കന്മാർ തന്നെ തമ്മിലടിക്കുകയും കണ്ണൂരിൽ വലിയ തോതിൽ CPM നേതാക്കന്മാർ കലാപമുണ്ടാകുകയും ശത്രുതയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന വിവരങ്ങളാണ് ഈ മൊബൈലിൽ നിന്നുള്ളത്. എന്തായാലും ഇത് ഫോറൻസിക് ലാബിലേക്ക് അയച്ച എല്ലാ കാര്യങ്ങളും എടുത്തു കഴിയുമ്പോൾ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിൽ വലിയ ശത്രുതയിലേക്ക് മാറും. ജയരാജനും പിണറായി വിജയനും EP ജയരാജനും MV ജയരാജനും അടക്കമുള്ള MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാർ എന്തൊക്കെ നടത്തിയിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് അയ്യങ്ക എന്തൊക്കെ നടത്തിയിട്ടുണ്ട് തുടങ്ങിയുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വരും. അത് കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീയിട്ട പോലെയായിരിക്കും, വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായ പോലെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. വലിയ പൊട്ടിത്തെറി ഉണ്ടാകും, മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ വിള്ളലുണ്ടാക്കും, നേതാക്കന്മാർ തമ്മിൽ തല്ലും, വലിയ കലാപമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പോലീസിൻ്റെ കൈവശം കിട്ടിയ രേഖകൾ കൃത്യമായി രമേശ് ചെന്നിത്തലേൻ്റെ അടുത്തും അത് VD സതീഷിനടുത്തും എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അത് നാളെ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കി കേരള രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.